നിങ്ങൾ കതിർ ബ്രാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ബ്രാൻഡിൻ്റെ അരി വെച്ച് ചോറ് കഴിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ ഇന്ന് എറണാകുളം ജില്ലയിൽ എത്തിയിരിക്കുന്നത് ഈ ബ്രാൻഡിന് ഓണർ ടി.ഡി. റോബർട്ട് ഏട്ടനെ പരിചയപ്പെടാനാണ്. ടി.ഡി. റോബർട്ട് ഏട്ടൻ നിരവധി കാർഷിക അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൃഷിയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും നെൽകൃഷി എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതൊരു ലാർജ് സ്കെയിൽ ഫാമിംഗ് ആണ്. പക്ഷേ ആദ്യം തന്നെ നെൽകൃഷി സ്റ്റാർട്ട് ചെയ്ത് അതോടൊപ്പം സ്വന്തമായിട്ടൊരു ബ്രാൻഡും അദ്ദേഹം ബിൽഡ് ചെയ്തു. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം എന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, കൃഷി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ നെൽകൃഷി എന്ന് പറയുന്നത് ശരിക്കും റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് നെൽകൃഷിയിൽ തന്നെ തുടങ്ങിയത്? നെൽകൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൃഷിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും റിസ്കുകളും ഉണ്ട്. നെൽകൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാസം കൊണ്ട് ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് നടന്നു. പിന്നെ നെൽകൃഷി നമ്മൾ നെല്ല് കൊയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത്ര പൈസ കിട്ടും നമുക്ക് ഉറപ്പാണ്. കാരണം കേരള സർക്കാർ ഇപ്പം 1 കിലോ നെല്ലിന് ഇട്ടേക്കണ വില 28 രൂപ 30 പൈസയാണ്. അപ്പം ആ വില കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ്. അത് നേരത്തെ കൂട്ടി നമ്മൾ സപ്ലൈകോനെ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പം അതുകൊണ്ടാണ് പിന്നെ മറ്റുള്ള പച്ചക്കറികളായിക്കോട്ടെ, വാഴ ആയിക്കോട്ടെ, മരച്ചീനി ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്കൊരു ഉറപ്പില്ല. ആ സമയത്ത് ഹാർവെസ്റ്റിംഗ് സമയത്ത് ഇത് ആ സമയത്ത് നമുക്ക് അത്ര വില കിട്ടുമെന്നുള്ളത്. നമുക്ക് കർഷകന് ഗുണപ്രദമായിട്ടുള്ള ലാഭകരമായിട്ടുള്ള വില കിട്ടുന്ന ഒരു ഉറപ്പില്ല. പക്ഷെ ഇച്ചിരി റിസ്ക് കൂടുതലാണ് നെൽകൃഷി. നെൽകൃഷിയിൽ നമ്മൾ നെല്ല് കൊയ്യാൻ നേരത്ത് ഹാർവെസ്റ്റിംഗ് സമയത്ത് മഴ പെയ്താൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കൊയ്യണത് മെഷീൻ മാത്രമാണ് കൊയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കൊയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. ഇപ്പൊ ഇവിടെ ഏതൊക്കെ നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞു? പിന്നെ ഇപ്പൊ ഇട്ടേക്കുന്ന ഏതാ? നമ്മളൊരു വർഷം 2 പൂ കൃഷിയാണ് ചെയ്യണത്. ആദ്യത്തെ കൃഷി എന്ന് പറയുന്നത് നമ്മൾ ആഗസ്റ്റ് മാസം ഫസ്റ്റിൽ തുടങ്ങും. അതിൻ്റെ ഒഴുകലത് തുടങ്ങും. സെപ്റ്റംബർ ഫസ്റ്റോട് കൂടി നമ്മൾ നടിയിൽ ആരംഭിക്കും. ഒരു പൂപ്പ് നടിയിൽ, ഒരു പൂപ്പ് വിതയാണ് ഇവിടെ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ആഗസ്റ്റിൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് കൊയ്ത്ത് ഹാർവെസ്റ്റിംഗ് തുടങ്ങും. ഇത് കഴിഞ്ഞ് ജനുവരി അതിൻ്റെ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് കൃഷി ആരംഭിക്കും. 2 പൂ കൃഷിയാണ് ചെയ്യണത്. ഒരു പൂ കൃഷി, അതായത് ആഗസ്റ്റിൽ തുടങ്ങണത് നമ്മൾ ജ്യോതിയാണെങ്കിൽ, ജ്യോതി നെല്ലാണ് ചെയ്യണമെങ്കിൽ ജനുവരി മാസം നമ്മൾ പൊന്മണി ആണ് കൂടുതലും ചെയ്യണത്. ഈ 2 നെല്ലും നമുക്ക് കഞ്ഞി കുടിക്കാനും ചോറിനും നല്ല ടേസ്റ്റിയാണ്, നല്ല ഗുണമാണ്. അപ്പൊ നമുക്ക് ഈ നെല്ലിടാനുള്ള വിത്തൊക്കെയോ നമ്മുടെ നേരത്തെ കൊയ്തതിൽ നിന്ന് ശേഖരിച്ചു നോക്കോ? ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു പ്രാവശ്യം കൃഷി ചെയ്ത സ്ഥലത്തെ നെല്ല് വീണ്ടും ആ സ്ഥലത്ത് തന്നെ കൃഷിക്ക് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നല്ല വിത്തൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അതിന് വിളവിൽ ഇച്ചിരി കുറവ് വരും. അപ്പോൾ നമ്മൾ നല്ല നിലം നോക്കി കൊയ്തത് മറ്റ് കൃഷിക്കാർക്ക്, ഇവിടെ അല്ല പുറത്തെ കൃഷിക്കാർക്ക് കൊടുക്കും, വിത്തിന് കൊടുക്കും. അവിടെ കൊയ്ത നെല്ല് നല്ല വിത്ത് നോക്കി നമ്മൾ ഇവിടേക്ക് വാങ്ങിക്കും. അങ്ങനെ ചെയ്യും. നമ്മുടെ തന്നെ മണ്ണിൽ തന്നെ വളർന്നാണെങ്കിൽ നെക്സ്റ്റ് പൂപ്പിനകത്ത് ഇച്ചിരി ഈൽഡ് കുറയും. പണ്ട് കാലത്തെ കാരണന്മാര് അതൊരു അത്രയ്ക്കും ട്രീറ്റ് ചെയ്ത് 3 ദിവസം മഞ്ഞ് കൊണ്ട്, 3 ദിവസം വെയിൽ കൊണ്ട്, പിന്നെ ഒരു ദിവസം പുക കൊള്ളിച്ചാണ് വിത്ത് ട്രീറ്റ് ചെയ്യണത്, വിത്ത് ഉണ്ടാക്കി എടുക്കണത്. ആ വിത്ത് പിന്നെ ചാണകം, പിന്നെ ചവറ്, പിന്നെ ചാരം, ഇതൊക്കെ കൂടിയാണ് പഴയ കാലത്തെ കൃഷി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്തരം പ്രതിസന്ധികളില്ല. നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് പൂർണ്ണമായും ജൈവ രീതിയിലല്ലേ? പൂർണ്ണമായാലും ജൈവ രീതി. അതായത് നമുക്ക് ഇവിടെ 42 ഏക്കർ കൃഷിയാണുള്ളത്. 42 ഏക്കർ കൃഷിയിൽ 18 ഏക്കർ നമ്മൾ പ്യൂറായിട്ട് ഓർഗാനിക് രീതിയിലെ കൃഷിയാണ്. അന്നത്തെ നമ്മൾ രാസവളങ്ങളിൽ നിന്നും നമുക്ക് ജൈവ രീതിയിൽ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടാഷ് മാത്രമാണ്. പൊട്ടാഷ് ശരിക്കും വളമല്ല, ഒരു പാറ പിടിച്ചൊരു മണ്ണ് പോലത്തെയാണ്. പിന്നെ രാജപ്പോസ്, അത് രാജസ്ഥാനിലെ ഒരു പാറ പിടിച്ച മണ്ണാണ്. ഇതാണ് ആ രീതിയിലുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ വേപ്പ് മിണ്ണാക്ക്, കോഴിക്കാഷ്ടാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ വളങ്ങൾ. നമ്മൾ 13 വർഷം മുമ്പ് നമ്മൾ ഒരു 40 സെന്റിലാണ് ഇത് ആരംഭിച്ചത്. ഒരു കൗതുകം കൊണ്ട് തുടങ്ങിയതാണ്. അന്നത്തുനിന്ന് കിട്ടിയ ഒരു മാനസിക സന്തോഷവും പിന്നെ അന്നത്തുനിന്ന് കിട്ടിയ ഒരു ലാഭവും കണക്കിലെടുത്തപ്പോൾ വേറെ ആരും ഇവിടെ കൃഷി ചെയ്യണേ 10-16 കൊല്ലമായിട്ട് ഇവിടെ തരിശാണ്.
അപ്പോൾ ഭയങ്കര അട്ടയുടെ ശല്യമുണ്ട്. പിന്നെ തോടുകളൊക്കെ വീണ്ടും തെളിയിക്കാനുണ്ട്, വരമ്പുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ 40 സെന്റ് തുടങ്ങിയിട്ട് ഏകദേശം 4.5 ഏക്കർ വരെ ഞാൻ തന്നെയാണ് പണികളൊക്കെ എടുത്തത്. കാരണം കാരണന്മാർ അപ്പൂപ്പന്മാർ തമ്മിൽ കൃഷി പാരമ്പര്യമുള്ള കുടുംബമാണ്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ കണ്ടു വളർന്നതാണ്. അപ്പം അതുകൊണ്ടും പിന്നെ അതിൻ്റെ എന്തോ ഒരു ടേസ്റ്റ് മനസ്സിലും ഉള്ളതുകൊണ്ടും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ അത് ചെയ്ത് തുടങ്ങി. 40 സെന്റ് ഒരു പൂ കൃഷി ചെയ്തപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ പിടികിട്ടി. ഇത് കഴിഞ്ഞിട്ട് കുറച്ചേച്ച് വലുതാക്കി ഏകദേശം 4.5 ഏക്കർ വരെ ഞാൻ പണിക്കാരൊന്നും കൂട്ടില്ല. എനിക്ക് എല്ലാ പണികളും എനിക്ക് എടുക്കാം, അതിൻ്റെ അറിയാം. പിന്നെയാണ് നമ്മുടെ പി രാജീവ്, ഇപ്പോഴത്തെ മിനിസ്റ്റർ പി രാജീവ്, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് നമ്മുടെ ഹാർവെസ്റ്റിംഗ് വരികയും ഉദ്ഘാടനം നടത്തിയൊക്കെ പോയത്. അപ്പം അദ്ദേഹം പറഞ്ഞു, റോബർട്ട് ഇതൊരു ജൈവ രീതിയിൽ കൃഷി എന്നിട്ട് അത് അരി നമുക്ക് ബ്രാൻഡ് ചെയ്യാം. അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. അങ്ങനെ എനിക്ക് എടപ്പള്ളി ബാങ്കിൻ്റെ ഒരു സാമ്പത്തിക സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ കാഞ്ഞൂര് ബാങ്കിൻ്റെ ഒരു സാമ്പത്തിക സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് 4 ഏക്കർ എന്നുള്ളത് 12 ഏക്കർ ആക്കി. അങ്ങനെ കൂട്ടി ഇപ്പൊ 42 42. അപ്പൊ ഇതാണ് നമ്മുടെ അരിയുടെ ബ്രാൻഡ്. വിഷരഹിത അരിയാഹാരം ശീലമാക്കൂ, പഴമയുടെ ആരോഗ്യം രുചിയും വീണ്ടെടുക്കൂ അല്ലേ? ഇതാണ് നമ്മുടെ അരി. ചേട്ടാ, സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഒരുപാട് വെല്ലുവിളികൾ ഉറപ്പായിട്ടുണ്ടായിരുന്നായിരിക്കുമല്ലോ. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? അതിനെങ്ങനെയാണ് മറികടന്നത്? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മളിത് പുഴുങ്ങി, അതായത് ഇത് നമ്മൾ നല്ല ഉണക്ക് വേണം. ഏതാണ്ട് 17 മൗച്ചർ ഉണക്ക് വേണം. അതിൽ കൂടാൻ പാടില്ല. അത് കുറവ് ഉണക്ക് വന്നാൽ അത്ര നല്ലത്. അപ്പം അത് ഉണക്കി സൂക്ഷിച്ച് ഏകദേശം നമ്മൾ പുത്തൻ നെല്ല് ഇപ്പം കൊയ്തെടുത്ത് അതുപോലെ തന്നെ ഉണക്കി നമ്മൾ അരിയാക്കി കഴിഞ്ഞാൽ അതിനൊരു ഒട്ടൽമയം വരും. നെല്ല് ഒരു 2 മാസമെങ്കിലും മിനിമം ഇന്ന് അത് പഴകണം, നെല്ലെടുത്ത് വയ്ക്കണം. ഇത് കഴിഞ്ഞിട്ട് കുത്തിക്കണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഉള്ള മില്ലുകളിൽ ആശ്രയിച്ച് കുത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെമ്പിൽ പുഴുങ്ങി കുത്തിച്ച് അരിയാക്കി കൊടുക്കുന്ന പോസിബിൾ അല്ല. അപ്പം മില്ലുകളിൽ കൊടുക്കണമെങ്കിൽ ഏകദേശം ഏറ്റവും ചെറിയ മില്ലെന്ന് പറഞ്ഞാൽ 18 ടണ്ണിൻ്റെ. 18 ടൺ നെല്ല് കൊടുക്കണം. അപ്പോൾ 18 ടൺ നെല്ല് കൊടുത്ത ഏകദേശം നമുക്കൊരു 11.5 ടൺ അരി നമുക്ക് കിട്ടും. ഈ 12 ടൺ അരി എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ വില അനുസരിച്ച് ഒരു 10 ലക്ഷം രൂപയുടെ അരി വരും. അപ്പം അത് ഒരു 6 മാസം കൊണ്ട് വിറ്റ് തരും. ഇവിടെ ഇപ്പം 2 രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ടല്ലോ. നാടൻ കൃഷി രീതിയിലും പരമ്പരാഗത കൃഷി രീതിയിലും ചെയ്യുന്നുണ്ട്, ജൈവ കൃഷി രീതിയിലും ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താ? പരമ്പരാഗത കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് എളുപ്പമാണ്. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാസവളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജൈവ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കറിലേക്ക് നമ്മൾ ഏകദേശം 600 കിലോ ചാണകം വേണം ഫസ്റ്റ്. ഏകദേശം 200 കിലോളം നമുക്ക് കോഴിക്കാഷ്ടം വേണം. പിന്നെ 100 കിലോളം വേപ്പ് പിണ്ണാക്ക് വേണം. 50 കിലോളം കപ്പലണ്ടി കൊപ്ര വേണം. ഇത് കൊണ്ടുവന്ന് ഇടാനായിട്ട് കൂലിച്ചെലവ് വേറെ 2 ഇരട്ടി കൂലിച്ചെലവാണ് രാസവളത്തിനെ അപേക്ഷിച്ച്. അപ്പം ഇത് 2 പ്രാവശ്യം ഇടുകയും പിന്നെ ഇതിൻ്റെ കീടനാശിനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകറ്റി നിർത്തുള്ളൂ, കീടങ്ങളെ കൊല്ലില്ല. കീടങ്ങൾ വരാതെ നോക്കണം. പിന്നെ നമ്മുടെ ലോക്ക് സിസ്റ്റം ഉണ്ട്. ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക് മരുന്നുകൾ അമേരിക്കൻ കമ്പനി പോലത്തെ എക്കോഫൈറ്റ്, എക്കോനോസ് പോലത്തെ മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ നമ്മൾ ജൈവ രീതിയിൽ കതിരാവണേക്കാൾ മുമ്പായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ചാഴി കീടങ്ങൾ മൊത്തം സൈഡിലുള്ള വരമ്പത്ത് ഇതുപോലെ പുല്ലുമൊക്കെ വന്നിരിക്കും. അപ്പൊ ഈ പുല്ലുകൾ വന്നു കഴിയുമ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞ ശേഷം അന്ന് തന്നെ വൈകിട്ട് നമ്മൾ ഫ്രിറ്റിസൈഡ് ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഈ പുല്ലുമേയും ഈ വരമ്പുകളിലും സൈഡ് പ്രദേശമൊക്കെ അടിക്കും. അപ്പൊ ഇതിന്റെ വർധനവ് ഏകദേശം 10-1 കുറയും. അങ്ങനെ ഇതിനെ നിയന്ത്രിക്കും. ഇപ്പോൾ ഒരു ബ്രാൻഡിന്റെ സക്സസ് എന്ന് തന്നെ പറയുന്നത് അത് മാർക്കറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മുടെ ബ്രാൻഡ് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത്? നമ്മൾ മാർക്കറ്റിംഗ് പരസ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പൈസ കൊടുത്തുള്ള ഒരു പരസ്യം നമുക്കില്ല. നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അറിയിക്കണു. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മിനിസ്റ്റർ അത് നല്ല വൈഡാക്കി. പിന്നെ നമ്മുടെ ഈ കൃഷി രീതികളൊക്കെ നമ്മൾ ലൈവായിട്ട് നമ്മുടെ ചാനൽ ഫേസ്ബുക്കിലൂടെ ഒക്കെ അറിയിച്ചാണ് നമ്മൾ മാർക്കറ്റിംഗ്. അപ്പൊ പിന്നെ കൂടുതലും ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അരിയാഹാരം കുറച്ചു തുടങ്ങി. ഒരു നേരമൊക്കെ ഉള്ളൂ അരിയാഹാരം. പ്രത്യേകിച്ച് റിട്ടയർമെന്റ് കഴിഞ്ഞ ഒക്കെ വ്യക്തികൾ, പിന്നെ ഷുഗർ പേഷ്യൻസ്, ഇതൊക്കെ അരിയാഹാരം കുറച്ചു. അപ്പൊ അവർക്കൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് തവിടുള്ള അരി കഴിക്കാനാണ്.
തവിടുള്ള അരി കഴിക്കുമ്പോൾ ജൈവ അരി കഴിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതലും ഗുണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ അരിക്ക് ഡിമാൻഡ് ഉണ്ട്. ഈ അരി കഞ്ഞി കുടിക്കാനും ഉണ്ട് കഴിയുമ്പോഴും അത് ശീലിച്ചു കഴിഞ്ഞാൽ ഈ അരിയിൽ നിന്ന് ആരും മാറില്ല. അതായത് ഇതിന്റെ ഗുണമേന്മയും രുചിയുമാണ് രുചിയാണ് അതിനെ കൂടുതൽ ആൾക്കാരിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്.